ഹലോ, പ്രജേഷാണേ. ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതായിടെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം ഇന്നിപ്പോൾ സന്ധ്യ കഴിഞ്ഞ സമയം 7:30 ആവാനായി രാത്രി. അപ്പോൾ നമ്മൾ കണ്ണൂർ ടൗണിൽ പോലീസ് മൈതാനത്ത് കണ്ണൂർ പുഷ്പോത്സവം 2025 ജനുവരി 16 മുതൽ 27, 16-ാം തീയതി തുടങ്ങിയതാണ്, 27-ാം തീയതി അവസാനിക്കും. അപ്പം പുഷ്പോത്സവത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് പുഷ്പോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ടിക്കറ്റ് ചാർജ് 60 രൂപയാണ് തോന്നിയത് വരുന്നത് എൻ്റെ അറിവിൽ. അപ്പോൾ നമ്മൾ നിലവിൽ ഒരു പാസ് കിട്ടിയിട്ടുണ്ട്, രണ്ടാൾക്കുള്ള ഒരു പാസിൽ ഒരാൾക്ക് പോകാൻ പറ്റും. പിന്നെ അങ്ങനത്തെ 2 പാസ് നമ്മളെ ഒരു സുഹൃത്ത് തന്നതെന്ന്, പിന്നെ ഫാമിലി പാസും എല്ലാം ഉണ്ട്. 5 ആൾക്കെല്ലാം പോകാൻ പറ്റുന്ന പാസുകളും എല്ലാം പല സ്ഥലത്തും പല രീതിയിൽ അവൈലബിൾ ആണ്. ഇത് സിംഗിളായിട്ട് പോകുന്നതാണ്, നമ്മളൊരു സുഹൃത്ത് തന്നെയാണ്. അപ്പം ഈ പാസും കൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ടൗണിലെത്താനായി പടന്നപ്പാലെത്തി. പടന്നപ്പാലത്ത് നിന്ന് നമ്മൾ പാസ്പോർട്ട് ഓഫീസിന്റെ സൈഡിലോട്ടുള്ള റോഡിലോട്ടാണ് ടൗണിലേക്ക് പോകുന്നത്. ഷോർട്ട് കട്ട്. അപ്പോൾ അതില് ബസ് സ്റ്റാൻഡ് അടുത്ത്. ഫ്ലവർ ഷോ എത്ര മണി വരെയാന്നൊന്നും അറിയില്ല കേട്ടാ, രാത്രി പരിപാടിയെല്ലാം ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയിരിക്കുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. സമയം 7:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് അണ്ടർ ബ്രിഡ്ജിന്റെ താഴോട്ടാണ് പോകുന്നത്. അതിലോട്ട് പോകുമ്പോൾ നമ്മൾ വന്ന വഴി പ്രകാരം അണ്ടർ ബ്രിഡ്ജിന്റെ അവിടെ എത്തുക. ഇതാണ് നമ്മളെ അണ്ടർ ബ്രിഡ്ജ്. മഴ സമയത്ത് എപ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലെത്തി. ഇതാ നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് സ്റ്റേഡിയത്തിന്റെ അപ്പുറം പോലീസ് ഗ്രൗണ്ട്, അവിടെയാണ് പുഷ്പോത്സവം നടക്കുന്നത്. ഫ്രണ്ടിലത്തെ ഒരു എൻട്രൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും, ബാക്കിയെല്ലാം സാധാരണ ചെടീന്റെ സ്റ്റാളുകൾ തന്നെ, വേറെ എന്നാ മാറാനൊന്നുമില്ലല്ലോ. നല്ല തിരക്കുണ്ട്. ഇവിടെ പാർക്കിംഗ് എല്ലാം ഏകദേശം ഫുള്ളാന്ന് തോന്നുന്നു. എല്ലാരും ചെടിയും ചട്ടിയെല്ലാം വാങ്ങിട്ട് വരുന്നുണ്ട്. നമുക്ക് ചട്ടി വേണ്ടാതുകൊണ്ട് ചെടി വാങ്ങിട്ട് പോകാൻ എന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. 60 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ പിന്നെ പാസ് ഉള്ളത് കൊണ്ട് ടിക്കറ്റിനൊന്നും ക്യൂ നിന്നിട്ടില്ല. അപ്പം പാർക്കിംഗ് ഫീ വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഫ്രണ്ടിലെ എൻട്രൻസ് ഒക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഫ്രണ്ടിൽ തന്നെ വീൽ ചെയറൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നല്ല രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻട്രൻസിൽ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ മനോഹരമായിട്ട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫിഷും അക്വേറിയം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അരാപ്പയ്മയും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു അരയന്നം, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പൂക്കൾ കൊണ്ടുള്ള അരയന്നത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആൾക്കാർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ എല്ലാ ഫ്ലവർ ഷോനും കാണുന്ന പോലെ തന്നെ ചെടികളും പൂക്കളും കൊണ്ട് ഒരു വലിയൊരു ഏരിയ അപ്പാടെ വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കെ സുലൈമാൻ അവരുടെ ഫോട്ടോയും ഫോൺ നമ്പറും അതുപോലെ തന്നെ വിവരണങ്ങളും അതുപോലെ തന്നെ ബോൺസായി ചെടികളുടെ പല രൂപത്തിലുള്ള ബോൺസായി ചെടികളും അവിടെ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറം തന്നെ ഇരപിടിയൻ ചെടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയും അതിൻ്റെ വിവരണവും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദ്രാവകത്തിൻ്റെ മണത്തിൽ ആകൃഷ്ടരായി വരുന്ന പ്രാണികൾ ആ ദ്രാവകത്തിൽ വീഴുകയും അതിൻ്റെ അടപ്പ് അടയുകയും പ്രാണികൾ ദഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിൽ സെറ്റാക്കിയിട്ടുള്ള പൂക്കളും ചെടികളും കൊണ്ടുള്ള ഈ ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെടി കൊണ്ട് സെറ്റാക്കിയിട്ടുള്ള വെൽക്കം എഴുതിയിട്ടുള്ള
ഈ ഒരു സംഭവം. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ നല്ലൊരു ഫൗണ്ടൻ കൂടി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ചെടികളും അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ കണ്ടതൊക്കെ പ്രദർശനം മാത്രമാണ്. അവിടെ ഒന്നും നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാളുകളാണ്. കുറേ അധികം സ്റ്റാളുകളുണ്ട്. ഇപ്രാവശ്യവും ഒരുപാട് നല്ല പൂക്കളും അതുപോലെ തന്നെ നല്ല ചെടികളും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ സ്റ്റാളുകളുണ്ട്. കണ്ണൂരിൽ നിന്നുള്ളതും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പുറത്തു നിന്നും ഉള്ളതും ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുറേ സ്റ്റാളുകളുണ്ട്. എല്ലായിടെയും നല്ല കളക്ഷൻസും ഒക്കെയുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്തും എല്ലാവരും ചെടികളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ബോൺസായി ചെടികൾ, വാഴ, ഓർക്കിഡ്, അങ്ങനെ കുറേ നല്ല കളക്ഷൻസ് ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോന് എല്ലാ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റാളുകളും മത്സരിച്ചിട്ട് നല്ല ചെടികളും അതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെയുള്ള നല്ല ചെടികൾ ഇപ്രാവശ്യത്തെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആറളം ഫാമിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഒക്കെ നല്ല നല്ല സ്റ്റാളുകളും ഒക്കെയുണ്ട്. ചന്ദന തൈകളും ഒക്കെ അവിടെ സുലഭമായിട്ട് കിട്ടാനുമുണ്ട്. സ്റ്റാളുകളുടെ പേരുകളൊന്നും പ്രത്യേകം എടുത്തു പറയുന്നില്ല. എല്ലാ സ്റ്റാളുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇപ്രാവശ്യത്തെ പ്രദർശനത്തിന് അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ല ചെടികളും നല്ല പൂക്കളുമുള്ള കുറേ ചെടികൾ അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പരമാവധി എല്ലാ സ്റ്റാളുകളും കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റാളുകളിൽ നിന്നൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പരമാവധി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളും ചെടികളൊക്കെ വാങ്ങിച്ചിട്ടാണ് മടങ്ങി വന്നത്. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് സമ്മാന പദ്ധതികളൊക്കെ ഒരുക്കിയിട്ടുള്ള നല്ല നല്ല സ്റ്റാളുകളും ഒക്കെ ഇവിടെയുണ്ട്. ഈ സ്റ്റാളും അതിൽ പെട്ടതാണ്. അവിടെ സമ്മാന പദ്ധതിയൊക്കെയുണ്ട്. അത് പൂരിപ്പിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൺചട്ടികളൊക്കെ കിട്ടുന്ന കുറേ നല്ല സ്റ്റാളുകളുണ്ട്. 3-4 സ്റ്റാളുകളുണ്ട്. മൺചട്ടികളും കുടങ്ങളും ഒക്കെ കിട്ടുന്ന നല്ല നല്ല സ്റ്റാളുകൾ. കറിച്ചട്ടികൾ, ചെടിച്ചട്ടികൾ, അതുപോലെ തന്നെ വെള്ളം വെക്കുന്ന ജഗ്ഗുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ വേണ്ടുന്നവർ വേഗം കണ്ണൂർ പോലീസ് മൈതാനിയിലുള്ള ഫ്ലവർ ഷോയിലോട്ടേക്ക് പോയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഐസ്ക്രീം സ്റ്റാളുകൾ. നമ്മുടെ ചെടീൻ്റെ സെക്ഷനുകൾ അവിടെ തീരുകയായി മൺചട്ടികളോടുകൂടി. ഇനിയുള്ളത് ഇത്തരം സ്റ്റാളുകളാണ്. സാധാരണ നമ്മളെ എക്സിബിഷനിലൊക്കെ കാണുന്ന രീതിയിലുള്ള സ്റ്റാളുകൾ. കത്തികൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചട്ടികൾ, മിഠായികൾ, തൈലങ്ങൾ, അങ്ങനെ കുറേ അധികം ചെറിയ സ്റ്റാളുകൾ. പഴയകാല മിഠായികളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചട്ടികൾ ഒക്കെ വിൽക്കുന്ന കൗണ്ടറുകളൊക്കെ ഉണ്ട്. പിന്നെ പുസ്തകങ്ങൾ വിൽക്കുന്ന കൗണ്ടറുകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഫുഡ് കോർട്ടാണ്. ബജ്ജികളും സ്നാക്സുകളും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഫുഡ് കോർട്ട്. അതിൻ്റെ നേരെ മുമ്പിൽ തന്നെ പ്ലേ ഏരിയ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ വൈകുന്നേരത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.